അൻഡ്രാനു കറാത്തു ഗ്രാമത്തിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ ആവശ്യപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി. നിരാശപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിക്കാനായി ഈ മഴക്കാലത്തും അവിടെ ചെല്ലാമെന്നേറ്റു. നവരത്നങ്ങൾ പോലെ 9 കുഞ്ഞുങ്ങളാണ് ഈശോയുടെ കുടുംബത്തിൽ ചേരുവാൻ ഒരുങ്ങുന്നത്. സാധാരണ പോകുന്ന വഴിയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് പുതിയ വഴിക്ക് വളഞ്ഞു തിരിഞ്ഞാണ് അവിടെ എത്താൻ പറ്റിയത്. ജീവിതത്തിൽ ഒത്തിരി വീണല്ല നാം യാത്ര പൂർത്തിയാക്കുന്നത്. അതുപോലെ വഴുക്കിലുള്ള വഴി ആയതുകൊണ്ട് പല പ്രാവശ്യം വീണാണ് അന്ന് യാത്ര മുഴുവനാക്കിയത്. ഞങ്ങളെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരെ ഓർത്തപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടും ക്ഷീണവും ഓർത്തതേയില്ല. ഗ്രാമത്തിലേക്ക് എത്താൻ വൈകിയപ്പോൾ ഇടയ്ക്ക് ഒരു സ്വരം, അച്ഛനെ കാപ്പി കുടിക്കാൻ നേരമായോ? ഞാൻ പറഞ്ഞു, ഗ്രാമത്തിലെത്തുമ്പോൾ കിട്ടുമല്ലോ. അല്ല അച്ഛാ, ഈ പാടത്തും കിട്ടും. ഞങ്ങൾ അച്ഛനായി അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിൽ യാത്രയിൽ നമ്മെ സ്പർശിക്കുന്ന ചില ഹൃദയങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ തന്നെ കാപ്പി ഉണ്ടാക്കി കാത്തിരിക്കുന്ന ചിലരുണ്ട്. ഈ ഗ്രാമത്തിലെത്തുമ്പോൾ ഞങ്ങൾക്കിരിക്കാനായി കസേര കൊണ്ടുവരുന്ന ഒരാളുണ്ട്. 96 വയസ്സായ ഒരു കാരണവർ. 96 വയസ്സിലും നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് അവരുടെ ഗ്രാമത്തിൽ പള്ളി ആരംഭിച്ചതിൽ. സാധാരണക്കാരിൽ പലരും വിവാഹം ഔദ്യോഗികമായി നടത്തുവാൻ മടിയുള്ളവരാണ്. ഇവർക്കിടയിൽ വിവാഹം എന്ന കുദാശയ്ക്ക് സാക്ഷ്യം പറഞ്ഞ ഒരാൾ പലരെയും ഒന്നിളക്കി. 2 വർഷം മുൻപ് തോമസ് ലീഹായുടെ നാമത്തിൽ നാം തുടക്കം കുറിച്ച മാസുവ ഗ്രാമപ്പള്ളിയിലെ കാറ്റക്കിസ്റ്റ്. അവർ പറഞ്ഞത്, അവർ കൂദാശ സ്വീകരിച്ചതിന് ശേഷം വിവാഹത്തിന് മുൻപ് പ്രാർത്ഥിക്കുവാൻ മടിച്ചിരുന്ന അവരുടെ ഭർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രശ്നങ്ങൾ പഴയതുപോലെ ഉണ്ടാകുന്നുണ്ടെങ്കിലും വേഗത്തിൽ തന്നെ രമ്യതയിലാകുന്നു. തമ്പുരാൻ തനിക്കായി അയക്കപ്പെടുന്നവരെ തിരഞ്ഞെടുക്കുന്നത് അധികാരമോ സൗന്ദര്യമോ ആരോഗ്യമോ അറിവോ നോക്കിയല്ലെന്ന് സുവിശേഷം വിളിച്ചു പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈശോ വലിയൊരു ദൗത്യം നിറവേറ്റുവാൻ പാവപ്പെട്ടവരെ വിളിച്ചത്? കാരണം അവരുടെ ആശ്രയം തന്റെ കഴിവിലോ അറിവിലോ ആരോഗ്യത്തിലോ അധികാരത്തിലോ അല്ല, മറിച്ച് തമ്പുരാനിലാണ്. അവിടെ വ്യവസ്ഥകളില്ല, വിലപേശുകളില്ല. കുഞ്ഞാടിനെ പോലെ വന്ന് ഇരുത്തം ഉറയ്ക്കുമ്പോൾ അവർ ചെന്നായെ പോലെ സ്വാർത്ഥരാകില്ല എന്ന് തമ്പുരാൻ അറിയാം. നാം സുവിശേഷം പറഞ്ഞില്ലെങ്കിലും അത് പറയുവാൻ തയ്യാറായി വരുന്ന ആത്മാരുടെ എണ്ണം ഒത്തിരി കൂടുന്നു. നേരായ സുവിശേഷവൽക്കരണത്തിന് മാർഗങ്ങളുള്ളപ്പോൾ എന്തിനും പരോക്ഷമായ പ്രഘോഷണത്തിന് പോയി അലസരാകണം. പിന്നിലെ നഷ്ടങ്ങളുടെയും മുന്നിലെ സുരക്ഷിതത്വത്തിന്റെയും കണക്കെടുത്ത് ജീവിതം പാഴാക്കുന്നവരാണ് വിളി ലഭിച്ചതെന്ന് പറയുന്ന പലരും. അവരോടായി ഈശോ പറയുന്നു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ആഘോഷങ്ങൾ കഴിഞ്ഞ് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മാസത്തിൽ പ്രായശ്ചിത്ത പ്രവർത്തികളോടൊപ്പം ജീവിക്കുന്ന മിഷണറിമാരായി നമുക്ക് മാറാം. ഫലസമൃദ്ധമായ നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.